സകലരും അനുദപിക്കാം, സർവം സമർപ്പിക്കുവാൻ സകലരും അണഞ്ഞിടുവിൻ. സമയം സമാഗതം, സകലരും അനുദപിക്കാം, സർവം സമർപ്പിക്കുവാൻ സകലരും അണഞ്ഞിടുവിൻ. അനുതാപിയെ ചേർത്തണയ്ക്കാൻ, അനുഗമിക്കാൻ ഒരുക്കിയിടുവാൻ, ആത്മാവിനാൽ നിറച്ചിടുവാൻ ആഗതനായവൻ വിളിച്ചിടുന്നു. അനുതാപിയെ ചേർത്തണയ്ക്കാൻ, അനുഗമിക്കാൻ ഒരുക്കിയിടുവാൻ, ആത്മാവിനാൽ നിറച്ചിടുവാൻ ആഗതനായവൻ വിളിച്ചിടുന്നു. തിരുവഴി വിട്ട് മരുഭൂവിലലയുന്ന പാപം വെടിഞ്ഞിടുവിൻ. സ്വയമേ ചമയ്ക്കുന്ന ഗേഹം വെടിഞ്ഞ് തിരുഗൃഹമാണിടുവിൻ. സ്വയമേ ചമയ്ക്കുന്ന ഗേഹം വെടിഞ്ഞ് തിരുഗൃഹമാണിടുവിൻ. തിരുജീവൻ നേടിടുവിൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശുവിലെ ഏറ്റവും സ്നേഹവാത്സല്യം നിറഞ്ഞവരെ, പൗലോസ്ലീഹ കൊരിന്ത്യർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ കർത്താവിന്റെ കുരിശുമരണത്തെയും ഉദ്ധാനത്തെയും പീഡാസനത്തെയും എല്ലാം വളരെ വ്യക്തമായി വ്യാഖ്യാനിക്കുന്നു. അദ്ദേഹം പറയുന്നു, ഞങ്ങൾ സുവിശേഷം പ്രസംഗിക്കണമെങ്കിൽ അത് കർത്താവായ യേശു ഉദ്ധാനം ചെയ്തുകൊണ്ട് മാത്രമാണ്. ഈ ഭൂമിയിൽ ജീവിക്കുന്നത് മാത്രമല്ല, മറിച്ച് സ്വർഗത്തെ ലക്ഷ്യമാക്കിയ സ്വർഗീയമായ പർദീസയിലേക്ക് കടന്നു വരാനുള്ള വലിയ കൃപയ്ക്കായിട്ടാണ് ജീവിക്കുക. ഈ ഭൂമിയിൽ മാത്രം ജീവിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിർഭാഗ്യരാണ്. എന്നാൽ സ്വർഗത്തെ ലക്ഷ്യമാക്കി ഈ ഭൂമിയിൽ ജീവിക്കുന്നവർ ഭാഗ്യവാന്മാർ. പൗലോസ്ലീഹയുടെ വചനം നമ്മുടെ ഹൃദയത്തെ എപ്പോഴും കുറ്റം കൊള്ളിക്കണം. കാരണം സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യമെന്ന വലിയ ബോധ്യത്തോടെ തന്നെയാണ്. പ്രഭാതത്തിൽ ഞാൻ വരുന്നത് അങ്ങയുടെ മുഖം കണ്ടായിരിക്കട്ടെ എന്ന് സംഗീതത്തിൽ 17 നമ്മൾ പറയുന്നു. കർത്താവിൻ്റെ മുഖം ദർശിക്കുവാനും അത് യേശുവോട് കൂടെ എല്ലായിടത്തും വചനം പ്രഘോഷിക്കുകയും രോഗികളും വിവിധങ്ങളായ വ്യാധികളിലെ വ്യക്തികളെ യേശു സൗഖ്യപ്പെടുത്തുകയും ഒത്തിരിയേറെ സ്ത്രീകൾ യേശുവിടെ സുവിശേഷ വേദിയിൽ പങ്കുചേരുന്നു. പ്രത്യേകിച്ച് ഹെറോദേസിൻ്റെ കാര്യസ്ഥനായ ക്ലെയോസിൻ്റെ ഭാര്യ സൂസൻ്റെയും അതുപോലെ യൗവനായും മഗ്ദലേന മറിയും എല്ലാം കർത്താവിൻ്റെ കൂടെ അവിടുത്തെ വചനം പ്രഘോഷിക്കാൻ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ പ്രവൃത്തികളിലും ഓരോ കാര്യങ്ങളിലും ഈശോയുടെ സുവിശേഷത്തിൻ്റെ സ്നേഹത്തിൻ്റെ സാക്ഷ്യമായി തരുവാൻ നമ്മെ സഹായിക്കണമെന്ന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോയുടെ കൂടെയുള്ള വ്യക്തികളായ നമ്മൾ എപ്പോഴും ഈശോയുടെ സുവിശേഷമായി നല്ല വാർത്തയായി തരുവാൻ ഈ ബലിയിൽ എളിമയോടെ പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാവരും നിയോഗങ്ങൾ ഈ ബലിയെ സമർപ്പിക്കാം. ഇന്ന ദിവസം പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഓർക്കാം. ഈ ബലിയിൽ പ്രത്യേകിച്ച് പേരേപ്പറമ്പ് ജിത്തു കുടുംബാണ്, കർത്തയടുത്ത് വിജയ് കുടുംബാണ്, പുത്തൻ വീട്ടിൽ ഫ്രാൻസിസ് കുടുംബാണ്, അച്ചാരിപറമ്പിൽ ജോബ് കുടുംബാണ്, മാക്കാപ്പറമ്പിൽ ഫിലോമന വിൽസൺ കുടുംബാണ്, മാളിയക്കൽ എബി പീറ്റർ കുടുംബാണ്, ഓണിയത്ത് ലെന്നി കുടുംബാണ്, കാട്ടുപാടത്ത് സൽമ റോബർട്ട് കുടുംബാണ്. ഇവിടെ എല്ലാവരെയും പ്രത്യേക നിയോഗങ്ങൾ ഈ ബലിയെ സമർപ്പിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ കോവിഡ് പ്രവർത്തനങ്ങൾക്ക് എപ്പോഴും നേതൃത്വം കൊടുക്കുന്ന എല്ലാ ആരോഗ്യ പ്രവർത്തകരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കോവിഡ് ബാധയും
നമ്മുടെ രോഗത്തെ പ്രയാസം അനുഭവിക്കുന്ന മക്കൾക്ക് സൗഖ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വർഗീസ് പുത്തമ്പേട്ടിൽ, അന്നമ്മ പുത്തമ്പേട്ടിൽ, യോഗന്നാൻ 4 തൈക്കൽ, തോമസ് പുന്നക്കൽ, മറിയാമ്മ വർഗീസ് കണ്ടെത്തൽ, സുദ്യ സൽമാൻ, ഡാനിയൽ ഔസോമറിയ പൂജ, സബയത്ത് വിരോണി പത്രോസ് റോസക്കുടി, മഡോണ ഫ്രാൻസിസ് ജോസഫ് മേരി മങ്ങാട്ട്, ജോബ് ജോൺസൺ റപ്പായി പാപ്പി മോയി. മരിച്ചുപോയ എല്ലാവരെയും നമ്മുടെ കുടുംബത്തിൽ മരണമടഞ്ഞ എല്ലാവരെയും ജോയി പാലത്തികൾ അങ്ങനെ സ്വർഗസ്ഥനെ സ്വീകരിക്കാൻ പ്രാർത്ഥിക്കാം. നിയോഗങ്ങൾ പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുന്ന സന സന്ദീപ്, ബിബിൻ സുജു എൽസി, ഇഷ, ജോബ് പെരേര കുടുംബനാഥൻ, ആഷ്ലി ലോറൻസ്, നിക്സൺ ജോർജ്, ഫെദിയ ജോൺ മിഗേൽ അന്ന, എലിയാമ ജോർജ്, മാത്യു വർഗീസ്, ജോൺ ജോസഫ്, മോളി ജോർജ്, നീനു ജോർജ്, ഗ്ലാഡിസ് പീറ്റേഴ്സ്, നെൽസൺ, ഷൈന, നടാശ, ജോജോ നികിത, തോമസ് ഷെർലി, ഷാരോൺ ശ്രീ, അനു മാർട്ടിൻ, എസ്ര, സന്ദീപ് മഞ്ജു, സുസ്മിത, നവോമി ധനുഷ്, ദിവ്യ, സാബു ടാനിയ, ജോസഫ് റഞ്ച്, ജെയിംസ്, ശോഭന മണി, പ്രത്യേകം ഷൈൻ നീനു, ബേസിൽ ബെഞ്ചമിൻ, അശോക് രശ്മി, മോളി, അജു കുടുംബാംഗം, പ്ലസ്റ്റി ആൻജി ആൻ്റണി കുടുംബം, ഡോക്ടർ സജി, ഡോക്ടർ വിൻസ്റ്റൺ, ഡോക്ടർ നിറപ്പോൾ, ഡോക്ടർ സ്റ്റീവ് കുടുംബാംഗം, ഗാസ്പർ ബീന, മൊയ്ബിൻ അമേയ, അനീറ്റ, അനീന കെവിൻ, റോയ് കർത്തെടുത്ത് കുടുംബം, മാത്യു, അഗസ്റ്റി ലൂസി, അജിത് നിഷ, ജവാന ജവാനി, സുബിയ ജോർജ്, സസിൽ, ജോൺ തിരുനത്ത്, നവീൻ. ഇവിടെ എല്ലാവരും നിയോഗങ്ങൾ കൂടിയും ഈ പരിശുദ്ധമായ ബലി സമർപ്പിക്കാം. നമ്മൾ പ്രാർത്ഥന സ്വീകരിക്കുന്ന എല്ലാ മക്കളെയും ഓർക്കാം. രോഗശാന്തിക്കായി പ്രാർത്ഥിക്കുന്നവർ ഈ ബലിയിൽ പങ്കുചേരുന്ന എല്ലാ കുടുംബങ്ങളെയും ഈ ബലിയിൽ പങ്കുചേർന്നിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. നമ്മുടെ തെറ്റുകൾ, പാപങ്ങൾ, കാര്യങ്ങൾ കൂപ്പി നമുക്ക് ഒരുമിച്ച് ഈശോയുടെ സന്നിധിയുമെല്ലാം സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും അപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ വിട, എൻ്റെ വിട, എൻ്റെ വലിയ വിട. ആകയാൽ എതിരെയായ വിശുദ്ധത്തോടും എല്ലാ മാലാഖമാരുടെ വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണം. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ ജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങേ പ്രിയപുത്രന്റെ തിരുഹൃദയത്തിൽ അഭിമാനിച്ചു അവിടെ സ്നേഹത്തിന് വിസ്മയനീയമായ അനുഗ്രഹങ്ങൾ അനുസ്മരിക്കുന്നത് ആ സ്വർഗീയ നീരറിൽ നിന്നും നിറഞ്ഞു കവിയുന്ന കൃപ സ്വീകരിക്കാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണം. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായി ലയിക്കുന്നു എന്നും ദൈവമായി ജീവിച്ചു വാഴുന്നു ഞങ്ങളെ കർത്താവും അങ്ങയുടെ പുത്രനുമായി യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ഒന്നാം വായന വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്ന്. സഹോദരനെ, ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തപ്പെട്ടതായി പ്രഘോഷിക്കപ്പെടുന്നുവെങ്കിൽ മരിച്ചവർക്ക് പുനരുദ്ധാനം ഇല്ല എന്ന് നിങ്ങൾ ചിലർ പറയുന്നതെങ്ങനെ? മരിച്ചവർക്ക് പുനരുദ്ധാനം ഇല്ലെങ്കിൽ ക്രിസ്തു ഉയർത്തപ്പെട്ടിട്ടില്ല. ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം. മാത്രമല്ല, ഞങ്ങൾ ദൈവത്തിന് വേണ്ടി കപട സാക്ഷ്യം വഹിക്കുന്നവരായി തീരുന്നു. എന്തെന്നാൽ ദൈവം ക്രിസ്തുവിനെ ഉയർപ്പിച്ചു എന്ന് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തി. മരിച്ചവർ യഥാർത്ഥത്തിൽ ഉയർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ ദൈവം ക്രിസ്തു
Hallelujah, 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 hallelujah. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. വിശുദ്ധ ലൂക്കാ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിലെ വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. യേശു പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിക്കുകയും പ്രസംഗിക്കുകയും ദൈവരാജ്യ സുവിശേഷം ജനങ്ങളെ അറിയിക്കുകയും ചെയ്തു. 12 പേരും അവന് കൂടെ ഉണ്ടായിരുന്നു. അശുദ്ധാത്മാക്കളിൽ നിന്നും മറ്റു വ്യാധികളിൽ നിന്നും വിമുക്തരാക്കപ്പെട്ടവർ ചില സ്ത്രീകളും 7 ദുഷ്ടാത്മാക്കൾ വിട്ടുപോയവളുമായ മഗ്ദലേന എന്ന് വിളിക്കപ്പെടുന്നവളുമായ മറിയവും ഹെറോദേസിന്റെ കാര്യസ്ഥനായ പൂസായുടെ ഭാര്യ യോവന്നായും സൂസനയും തങ്ങളുടെ സമ്പത്ത് കൊണ്ട് അവരെ ശുശ്രൂഷിച്ചിരുന്ന മറ്റു പല സ്ത്രീകളും അവരുടെ ഒപ്പമുണ്ടായിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. കാഴ്ചയിതാ ഞാൻ വരുന്നു, എൻ ജീവിതം ഇന്നു യാഗമേകാം. അൽത്താരമുന്നിലായിടുന്നു എൻ ജീവനെ, എൻ ജീവനാഥ. കാഴ്ചയിതാ ഇന്നു യാഗമേകാം. അൽത്താരമുന്നിലായിടുന്നു എൻ ജീവനെ, എൻ ജീവനാഥ. ദാനമായി നീയേകും നന്മകൾ എല്ലാം തിരുമുൻപിലേകുന്നു കാണിക്കയാ. ദാനമായി നീയേകും നിൻ സ്നേഹബലിയോ ചേർക്കേണമേ, എന്നെ നീ സ്വന്തമാക്കേണമേ. നിൻ സ്നേഹബലിയോ ചേർക്കേണമേ, എന്നെ നീ സ്വന്തമാക്കേണമേ. സ്നേഹം നിറഞ്ഞവരെ, നമ്മളെല്ലാവരും ഒന്ന് ചേർന്നർപ്പിക്കുന്ന പരിശുദ്ധമായ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കുകയും കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസുഖങ്ങളുടെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ പ്രിയപുത്രന്റെ തിരുഹൃദയത്തിലെ അവാച്യമായ സ്നേഹം ഞങ്ങളെ കടാക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ സമർപ്പിക്കുന്നത് അങ്ങേക്ക് സ്വീകാര്യമായ കാഴ്ചയും ഞങ്ങളുടെ പാപത്തിന് പരിഹാര ബലിയുമായി തീരണം. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുകയും നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി നേരവും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണ്. കുരിശിലേർക്കപ്പെട്ട് അവിടെ നമുക്ക് വേണ്ടി വിസ്മരണീയമായ സ്നേഹത്താൽ തന്നെ നൽകുകയും തിരുസഭയുടെ കുലാശനത്തിൽ വിളിക്കണം കുത്തി തുറന്ന വിലാവെന്നും ചോരയും നീരും ചൊല്ലുകയും ചെയ്തു. അങ്ങനെ രക്ഷകനെ തുറന്ന ഹൃദയത്തിലേക്ക് ആകർഷിക്കപ്പെടും. രക്ഷയുടെ ആ നീരുറവിൽ നിന്നും എല്ലാവരും സന്തോഷപൂർവ്വം പാലം ചെയ്യുവാൻ അങ്ങ് അനുഗ്രഹിക്കുന്നു. ആകയാൽ എല്ലാം ആരാകുന്നു സകല വിശ്വോട് ചേർന്ന് ഞങ്ങൾ എല്ലാവരും അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ, 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന, ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം. ഹോസാന, ഹോസാന, അത്യുന്നതങ്ങളിൽ
ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാനം. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രി പാവനമാ തൃക്കരങ്ങളിൽ അപ്പമെടുത്തു പിതാവായ അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് വാഴ്ത്തി വിവരിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകും. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കും. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്കാരാധന. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങ് ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയും. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പവും അങ്ങയെ തിരുവോണ്ട് നിൽക്കുവാൻ, അങ്ങയെ സ്നേഹിക്കുവാൻ ഈ എളിയവരും പാവികളുമായി ഞങ്ങളെ അർഹരാക്കി തീർത്തതിന് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അംഗീകരിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന ഞങ്ങളെല്ലാവരെയും പരിശുദ്ധാത്മാവിൽ ഒന്നാച്ചേർക്കണം. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ തിരുസഭയോർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി, എല്ലാ കർദിനാൾമാർക്ക് വേണ്ടി, അഭിവന്യ ജോസഫ് കളത്തുപറമ്പിൽ മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടി, മറ്റെല്ലാ വൈദികർ, സന്യാസികൾ, ആത്മാരും ഉൾപ്പെടെ സഭയിൽ സ്നേഹത്തിന്റെ പൂർണ്ണതയെത്തിക്കണം. ദൈവമേ, ഈ ഭൂമിയിലും അങ്ങ് വിളിച്ച ഞങ്ങളുടെ കുടുംബങ്ങളെ മരിച്ചുപോയ എല്ലാവർക്കും അങ്ങ് സുഖ സൗഭാഗ്യം നൽകണമേ. അവരെ ഓർക്കണമേ. ഈ എളിയവരായ ഞങ്ങളെയും അനുഗ്രഹിക്കണം. ഇത് ജന്മദിനം ആഘോഷിക്കുന്നു, ഇത് വിവാഹ വാർഷികം ആഘോഷിക്കുന്നു, ഇത് പ്രത്യേകം പ്രാർത്ഥിക്കണമേ എന്ന് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കനികാമറിയവും ആ കനിയുടെ ഭർത്താവ് സർവത്രിക സഭയുടെ മധ്യസ്ഥം, ഞങ്ങൾ സ്വർഗീയ മധ്യസ്ഥമായ യോസേപ്പിനാളും അപസ്തലത്വവും എല്ലാ അവസരത്തിലും നിത്യജീവനിൽ പങ്കുചേരുമ്പോൾ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. കരങ്ങൾ കൂപ്പാം. ത്രിയേക ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ഭക്തിപൂർവ്വം ആരാധിക്കാം. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവം പിതാവുമായി അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായി ലയിക്കുന്നു എല്ലാ മഹിമയും ആരാധനയും എന്നും എന്നേക്കും. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് കരങ്ങളെ ഉയർത്തിപ്പിടിക്കാം. സ്വർഗീയ പിതാവിനെ വിളിച്ച് സ്വർഗസ്വനായ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് നമുക്ക് ഏറ്റവും വലിയ അപേക്ഷിക്കാം. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പരിശുദ്ധമാണമേ. അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ അന്ന് വേണ്ട ആഹാരം ഇനി നമുക്ക് തരണമേ. ഞങ്ങൾ തെറ്റുചെയ്യുന്നത് ഞങ്ങൾ ശ്രമിക്കുന്നത് ഞങ്ങൾ ഏറ്റവും ഞങ്ങളോട് ശ്രമിക്കണമേ. ഞങ്ങളെല്ലാവരും ഉൾപ്പെടുത്തരുതേ, തിന്മയെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളും ഞങ്ങൾ മോചിച്ചു. ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം അനുഗ്രഹപൂർവമായ പ്രത്യാശയും ഞങ്ങൾ യേശുവിന്റെ ആഗമന പ്രതീക്ഷയോടും അങ്ങേ കരുണയെ സഹായത്താൽ ഞങ്ങളെല്ലാവരും ശക്തി പ്രാപിച്ച് ഞങ്ങളിപ്പോഴും പാപങ്ങൾ മോചിതരാക്കുകയും എല്ലാ വിപത്തുകളിലും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകും, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് കർത്താവായ യേശുക്രിസ്തുവേ അങ്ങ് പുസ്തകം ചെയ്തു. ഞങ്ങളുടെ പാപങ്ങളെല്ലാം വേണ്ടിയും അങ്ങേ സഭയുടെ വിശ്വാസങ്ങളാണ് അങ്ങേ തിരുവുള്ളമനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനം ഐക്യവും കൽപ്പിച്ചുകൊണ്ടിയാണ് എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേടുകയണമേ. കർത്താവ് സമാധാനം നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പരസ്പരം കർത്താവിന്റെ സമാധാനം ആശംസിക്കുന്നു. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ
ദൈവത്തിന്റെ കുഞ്ഞാണ്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കണം. ദിവ്യ കുഞ്ഞാടി വേദന ക്ഷണിക്കപ്പെട്ടിരിക്കണം. നമ്മളെല്ലാവരും ഭാഗ്യവാന്മാർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം. ക്രിസ്തുവിന്റെ തിരുശരീരങ്ങളെ സ്വീകരണം നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവായ ഈശോയെ, പിതാവായ ദൈവമേ, പരിശുദ്ധാത്മാ ദൈവമേ, അങ്ങയെ ഞങ്ങൾ ദിവ്യകാരുണ്യത്തിൽ ആരാധിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അരൂപിയാൽ എഴുന്നള്ളിവരണം. അങ്ങിൽ നിന്ന് ഒരിക്കലും വേർപിരിയാൻ ഞങ്ങളെ അനുവദിക്കരുതേ. ആമേൻ. യേശു മഹേശാവരോ, ഓ എൻ്റെ ഹൃദയേശ്വര. യേശു മഹേശാവരോ, ജീവന്റെ നീർച്ചാർത്തരോ, ദാഹം മനസ്സിൽ നിറയും മഴയായി കുളിരായി തേക്കണമാ. മനസ്സിൽ നിറയും മഴയായി കുളിരായി തേക്കണമായി വരൂ. ഓ എൻ്റെ ഹൃദയേശ്വര, യേശു മഹേശാവരോ. ഇലകൾ പോലും കൊഴിയും ശിശിരം, പൂവുകൾ കരിയും ഗ്രീഷ്മം. ഇലകൾ പോലും കൊഴിയും ശിശിരം, പൂവുകൾ കരിയും ഗ്രീഷ്മം. പാപം നിറയും ഹൃത്തിനു വേണം നാഥാ നിന്നോട് ഗാനവസന്തം. ഓ എൻ്റെ ഹൃദയേശ്വര, യേശു മഹേശാവരോ, ജീവന്റെ നീർച്ചാർത്തരോ, നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ കർത്താവേ, സ്നേഹത്തിന്റെ സൂര്യപ്രകാശം ഞങ്ങളുടെ ദിവ്യ സ്നേഹത്താൽ ഈശ്വരനാക്കി അതുവഴി അങ്ങേപുത്രനിലേക്ക് നിരന്തരം ആകർഷിക്കപ്പെട്ടു സഹോദരങ്ങളെ അവിടെ ദർശിക്കുവാൻ അറിവ് ഞങ്ങൾക്ക് നൽകണം. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവ് പുത്രനും പരിശുദ്ധാത്മാവും നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. നിത്യ കന്യകൻ വല്ലഭൻ നീ, സർവേശ സൂര്യൻ പാലകൻ നീ, കൈവേല ചെയ്തു നീ വന്യതാര പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദൈവദൈവത്തെ അനുഭവനത്തിന്റെ അധിപനായി നിയോഗിച്ചു ഈശോമിശിയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാണ്. പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പുത്രൻ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിനെ വളർത്തിയ പിതാവ്, ദൈവജനനിയുടെ വിരക്ത ഭർത്താവായ പിതാവ്, തൊഴിലാളികളെ മാതൃകയും നന്മയുടെ മധ്യസ്ഥമായി അങ്ങനത്തെ സഭയ്ക്ക് നൽകിയാലും ഈ വിശുദ്ധ യോഗ്യത വഴി ഞങ്ങൾ എളിയ പ്രാർത്ഥനകൾ കേൾക്കണമെന്നും ഇത് ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമ്മുടെ എല്ലാ നിയോഗങ്ങളും വസുപിതാനുകരങ്ങളിലേക്ക് പരിശുദ്ധ മാതാവ് വഴി സകല വിശുദ്ധ വഴി നമുക്ക് അവസരം സമർപ്പിച്ച ഈശോയെ ഞങ്ങളെല്ലാവരെയും അമ്മ വഴി അവസരത്തിന് പ്രാർത്ഥിക്കണമെന്ന് ഏറ്റുമെല്ലാം
സഹായിക്കണമെന്ന് അവിടെ എല്ലാവരും ദൈവം സമർപ്പിച്ച് പ്രാർത്ഥിക്കും. സോണീസ് കറിയ എന്നൊരു മകളുടെ പ്രത്യേക നിയോഗം അനുഗ്രഹിക്കണമേ. ജവാന എന്ന കുഞ്ഞിനെ പരിപൂർണമായി സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ. അതുപോലെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളെയും ഈ സമയം ഓർക്കാം. അവരുടെ കുടുംബങ്ങളും ഈ നൊവേനെ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കണം. അതുപോലെ ചോദിച്ചില്ല കോവിഡ് രോഗങ്ങൾക്കും സൗഖ്യം ലഭിക്കണമേ. ഈശോയുടെ ഹൃദയത്തിൽ അങ്ങേ വല്ലഭമായ മാധ്യസ്ഥം വഴി ഞങ്ങൾക്ക് നേടിത്തരണം. പരിശോധന ചെയ്ത് ദൈവത്തിൻ്റെ ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങേ പ്രാർത്ഥന ദൈവത്തിന് മുമ്പിൽ കാരുണ്യവൻ കേൾക്കപ്പെടുക ഞങ്ങൾ വിശ്വസിക്കുന്നു. തൊഴിലാളികളെ മാതൃകയായി ഔസേപിതാവേ എല്ലാവിധ വിപത്തുകളും ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണം. ഞങ്ങളുടെ നിരവധി പാപങ്ങൾക്ക് പരിഹാരമായി പ്രായശ്ചിത്ത ചൈതന്യത്തോടെ വേല ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും പ്രാപ്തരാക്കണം. തിരുസഭയുടെ പാലകനായ ഔസേപിതാവേ തിരുസഭയ്ക്ക് വേണ്ടി മാധ്യസ്ഥയും വഹിക്കണമേ. ഗോത്രപിതാവായ ഔസേപിതാവേ എല്ലാം യേശുവിന് വേണ്ടി എല്ലാം പരിശുദ്ധ മറിയത്തിലൂടെ എല്ലാം അങ്ങേ അനുകരിക്കുന്നതായിരിക്കട്ടെ. ജീവിതത്തിലെ മുദ്രാവാക്യം ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നമ്മുടെ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണം. മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്വർഗ്ഗത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവൻ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിനെ പോലെ ഇപ്പോഴും പ്രവർത്തിക്കണമേ. ദൈവത്തിൻ തിരുസുതനേ പോറ്റി വളർത്തിയ പിഞ്ചുകിടാങ്ങളാ ഞങ്ങളനാഥരായി കിഴുന്നി കണ്ണീരിത്താടുവരെ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവ് അനുഗ്രഹിക്കണമേ. ഈശോയെ അനുഗ്രഹിക്കണമേ. ഈശോ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവ് അനുഗ്രഹിക്കണമേ. ഈശോയുടെ പ്രാർത്ഥനകളും പ്രാർത്ഥനകൾ സ്വർഗ്ഗസ്ഥനായ പിതാവേ, ഞങ്ങൾ അനുഗ്രഹിക്കണം. ലോകരക്ഷകനായ ദൈവത്തെ, ഞങ്ങൾ അനുഗ്രഹിക്കണം. പരിശുദ്ധാത്മാവായ ഞങ്ങൾ ദൈവം, അനുഗ്രഹിക്കണം. ഏകദൈവ സ്വീകരണമേ, ഞങ്ങൾ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങളോട് പ്രാർത്ഥിക്കണം. പരിശുദ്ധ അഭിഷേക പിതാവേ, ഞങ്ങളോട് പ്രാർത്ഥിക്കണം. ദാവീദിന്റെ സന്താനമേ, ഞങ്ങളോട് പ്രാർത്ഥിക്കണമേ. ഗോത്രപിതാ പ്രകാശമേ, ഞങ്ങളോട് പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ കർത്താവേ, ഞങ്ങളോട് പ്രാർത്ഥിക്കണമേ. തിരുക്കുതലവനെ, ഞങ്ങളോട് പ്രാർത്ഥിക്കണം. വിശുദ്ധ ജാതക സംരക്ഷക, ഞങ്ങളോട് പ്രാർത്ഥിക്കണമേ. ഏറ്റവും നീതിമാനായ അഭിഷേക പിതാവേ, ഞങ്ങളോട് പ്രാർത്ഥിക്കണം. ഇത്രയും വിവേകമസ്യ പിതാവേ, ഞങ്ങളോട് പ്രാർത്ഥിക്കണം. ഏറ്റവും ധീരനായ അഭിഷേക പിതാവേ, ഞങ്ങളോട് പ്രാർത്ഥിക്കണമേ. ക്ഷമയുടെ അഭിഷേക പിതാവേ, ഞങ്ങളോട് പ്രാർത്ഥിക്കണമേ. ജ്ഞാനത്തെ സ്നേഹിത, ഞങ്ങളോട് പ്രാർത്ഥിക്കണം. തൊഴിലാളികൾ മാതൃക, ഞങ്ങളോട് പ്രാർത്ഥിക്കണമേ. കുടുംബജീവിത അഭിമാനമേ, ഞങ്ങളോട് പ്രാർത്ഥിക്കണമേ. കന്യകളുടെ സംരക്ഷക, ഞങ്ങളോട് പ്രാർത്ഥിക്കണം. കുടുംബങ്ങളെ ആധാരമേ, ഞങ്ങളോട് പ്രാർത്ഥിക്കണം. രോഗികളുടെ ആശ്രയമേ, ഞങ്ങളോട് പ്രാർത്ഥിക്കണമേ. മനാസന മധ്യസ്ഥ, ഞങ്ങളോട് പ്രാർത്ഥിക്കണമേ. ദുഷ്ടാരൂപരമേ, ഞങ്ങളോട് പ്രാർത്ഥിക്കണമേ. യേശുവിന്റെ പാലകൻ, ഞങ്ങളോട് പ്രാർത്ഥിക്കണമേ. ലോകപാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. ലോകപാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ. ലോകപാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവദൈവത്തെയും തന്റെ ഭവനത്തിന് അധിപനായി നിയോഗിച്ചു. തന്റെ സർവ്വസമൃദ്ധിയുടെയും സംരക്ഷകനുമാക്കി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രസംഗിക്കാവുന്ന പ്രധാനമായി അസംവിധാനത്തിന് സാധ്യത ഭൂമിയെ സംരക്ഷകനായി ഞങ്ങൾ വളരെ നിമിഷം സ്വർഗത്തിൽ ഞങ്ങളെ മധ്യസ്ഥനായിരിക്കും കൃപയുണ്ടായിരിക്കണമേ. ഞങ്ങളെ കർത്താവ് അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. ലഭിച്ച ഞങ്ങൾക്ക് പ്രകാശമയായി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും അതിനെ പോലെ പുഴപ്പെടുന്നേക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും അതിനെ പോലെ പുഴപ്പെടുന്നേക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും അതിനെ പോലെ പുഴപ്പെടുന്നേക്കാം. നമ്മുടെ സഹായം കർത്താവിന്റെ നാമത്തിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന്റെ നാമത്തിൽ കർത്താവേ ഞങ്ങളെ പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ വിലാപങ്ങളെയും ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. ക്ലേശങ്ങൾക്ക് ആശ്വാസമായി തീരും. അങ്ങേ പുത്രനെ പ്രാർത്ഥിതാവായി ഔസപിതാവിനെ മധ്യസ്ഥനായിരിക്കുന്ന ഞങ്ങളെല്ലാവരും ഹൃദയ സമാധാനം സ്വർഗീയ അനുഗ്രഹം ശാരീരികാധികം പ്രാപിച്ച് അങ്ങേക്ക് നന്ദി പറയാൻ ഇത് ക്ഷമിക്കുകയും ആളുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടണമേ. മോക്ഷകവാടം തുറക്കും രക്ഷാകരാമോസ്തിയേ ശത്രുവിൻ അണികൾ തകർക്കാം ശക്തിയും തുണയും തരേണം
ദൈവത്തിനെന്നും സ്തോത്രമുണ്ടായിടേണം. സ്വർഗ്ഗത്തിലങ്ങേ വണങ്ങാം, ഞങ്ങൾക്കു കൃപ നൽകിടേണം. പരിശുദ്ധപരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധപരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധപരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവമേ, ഞങ്ങളെ ആരാധിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ മധ്യേ തിരുവോസ്തിയായി ദിവ്യകാരുണ്യമായി അപ്പമായി ദിവ്യകാരുണ്യമായി ഞങ്ങളുടെ മധ്യേ കർത്താവേ, ഇത്രയ്ക്ക് ചെറുതായിക്കൊണ്ട് ഞങ്ങളെ സ്നേഹിക്കുവാൻ, ഞങ്ങളെ വലുതാക്കുവാൻ, അങ്ങ് ചെറുതാക്കി ഞങ്ങളെ രക്ഷിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിക്കുകയും ചെയ്തു. പല സ്ത്രീകൾ പറയുന്നത് പോലെ കർത്താവായ യേശുനാഥൻ ഉദ്ധാനം ചെയ്തില്ലായെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം എല്ലാം വ്യർത്ഥമാണ്. ഞങ്ങൾ അങ്ങയുടെ ഉദ്ധാനത്തിലാണ്. കത്തോലിക്കരായ ഞങ്ങളെല്ലാവരും, ക്രിസ്ത്യാനികളായ ഞങ്ങളെല്ലാവരും അങ്ങേ ആരാധിക്കാം. കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടി പാടുപീടുകൾ സഹിച്ച് കുരിശിൽ മരിച്ച് ഞങ്ങൾക്ക് വേണ്ടി ഉദ്ധാനം ചെയ്ത് കർത്താവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന യേശുവേ. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി. ഞങ്ങൾക്ക് ജീവൻ നൽകി, ഞങ്ങൾക്ക് സംരക്ഷണം നൽകി, ഞങ്ങളെ കാത്തുകൊള്ളുന്ന, ഞങ്ങളെ നിരന്തരം നയിക്കുന്ന, ഈ ദിവസം മുഴുവനും ഞങ്ങൾ അനുഗ്രഹിച്ച അപരാനെ ഞങ്ങളെ ആരാധിക്കുന്നു. ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ജീവിത പങ്കാളിയെയും കുടുംബാംഗങ്ങളെയും എല്ലാവരും ഒന്ന് ചേർന്നുകൊണ്ട് ഈശോയെ ആരാധിക്കുന്നു. പ്രഭാതത്തിൽ അങ്ങേ കണ്ടുണരുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കുന്ന കൃപയെ ഓർത്തുകൊണ്ട് ഞങ്ങളെ ശ്രദ്ധിക്കുന്നു. യേശു കർത്താവേ ആരാധിക്കുന്നു. എല്ലാ രോഗികളെയും, കൊറോണ രോഗികളെയും, വിദേശികളെ പ്രിയപ്പെട്ടവരെ, അന്യനാടുകളായിരിക്കുന്നവരെ എല്ലാം അനുഗ്രഹിക്കണമേ. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. യുവതിവാക്കളെ അനുഗ്രഹിക്കണമേ. വിവാഹിതരായിരിക്കുന്ന എല്ലാ ദമ്പതികളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മ തരണമേ. കർത്താവേ, സ്നേഹത്താല്, കരുണയാല്, കുടുംബ സമാധാനത്താല്, ക്ഷമയാല്, എളിമയാല്, ശാന്തതയാല്, സൗമ്യതയാല് ഞങ്ങൾ നിൽക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധിക്കാം, സ്തുതിക്കാം, ഈശോയെ പുകഴ്ത്താം. ഇത്ര ചെറുതാകാൻ എത്ര വളരേണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം. ഇത്ര ചെറുതാകാൻ എത്ര വളരേണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം. ഈശോ കർത്താവേ, അങ്ങയെ ശുശ്രൂഷിക്കാൻ, അങ്ങയെ ആരാധിക്കുവാൻ, അങ്ങയുടെ സുവിശേഷം അറിയിക്കുവാൻ, ലോകമെങ്ങും തന്നെ പ്രഘോഷിക്കുവാൻ അങ്ങ് പ്രത്യേകം സ്ത്രീകളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. സമരിയാക്കാരി സ്ത്രീ ഈശോയിലേക്ക് വന്ന് ദാഹജലത്തിന്റെ അരൂപയെ അന്വേഷിച്ചപ്പോൾ ഈശോ കർത്താവ് പരിശുദ്ധാത്മാവിന് അരൂപയെ നൽകി. ആ മകള് പിന്നീട് സമരിയായാലും ജെറുസലേമിലെല്ലാം കർത്താവിന് സുവിശേഷം പ്രസംഗിച്ചു. ദൈവമേ, സമരിയാക്കാരി അനുഗ്രഹിച്ച ദൈവമേ, പ്രത്യേകിച്ച് മഗ്ദലേന മറിയം കർത്താവിന്റെ കാലുകളിൽ അവിടുത്തെ പ്രത്യേകിച്ച് ആ മകളുടെ കണ്ണീര് കൊണ്ട് കഴുകുകയും ആ മകളുടെ തലമുടികൾ തുടക്കുകയും ആ മകൾ കൊണ്ടുവന്ന കൽഭരണിയിലെ സുഗന്ധ ഈശോയെ പുരട്ടുകയും ചെയ്തു. അങ്ങനെ ആ മകൾ ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിച്ചു. പ്രത്യേകിച്ച് ഹെരോദേസിന്റെ കാര്യസ്ഥനായ കൂസായുടെ ഭാര്യ യോഹന്നായും സൂസന്നയും എല്ലാം കർത്താവിന്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ കർത്താവിന്റെ കൂടെ ശിഷ്യന്മാരുടെ കൂടെ ഉണ്ടായിട്ട് സുവിശേഷം ഞങ്ങൾ അറിയിക്കാൻ കർത്താവെ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. അങ്ങനെ സുവിശേഷമായി തീരുവാൻ, അങ്ങനെ സ്നേഹമായി തീരുവാൻ, അങ്ങനെ കരുണയായി തീരുവാൻ, അങ്ങ് പറയുന്ന പോലെ ജീവിക്കുവാൻ, അങ്ങ് സ്പർശിച്ച എല്ലാവർക്കും സൗഖ്യം നൽകിയല്ലോ കർത്താവെ. ഞങ്ങളെയും എല്ലാ കൊറോണ രോഗികളെയും അങ്ങ് സൗഖ്യപ്പെടുത്തണമേ കർത്താവെ. ലൂക്കാ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൽ പ്രത്യേകിച്ച് രക്തസ്രാവക്കാരിയ മകള് അങ്ങയുടെ പശ്ചാത്തലത്തിൽ
വളർത്തുകാതനെ മേരികൻ വിരക്തകാന്തനെ തൃക്കുടുംബനാഥനെ മുതാ തൃക്കടൽ വണങ്ങി വാഴ്ത്തിന വാനദൂതരൊത്തു ചേർന്നു ഗാനമാലപിച്ചിടും നിതാ പാരിതിത്ത വാർത്ത ഭക്തരും പാടിടാമനൊഞ്ഞ ഗീതികൾ യേശുവിൻ വളർത്തുകാതനെ മേരിതൻ വിരക്തകാന്തനെ